അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോലെ ഒരു അടിപൊളി കാർഡ് ട്രിക്ക് ഉണ്ട്, അതുകൂടെ പഠിച്ചാലോ? ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ കാർഡ് റിമൂവ് ചെയ്ത് ഇവിടെ സൈഡിൽ വയ്ക്കാൻ പോവാണ്. നമുക്ക് ട്രിക്ക് കഴിയുമ്പോൾ ആ കാർഡിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എൻ്റെ പ്രഡിക്ഷൻ റെഡിയാണ്. ആ കാർഡ് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഈ കാർഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ 2 പൈൽസ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. ലെറ്റ്സ് സേ നിങ്ങൾ ഈ കാർഡ് ചൂസ് ചെയ്തു എന്ന് വെച്ചോ. 8. ഞാൻ ഈ പൈലിൽ നിന്ന് 8 കാർഡ് ഡീൽ ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8. നിങ്ങൾ ചൂസ് ചെയ്ത പൈലിലെ ടോപ്പ് കാർഡിൽ ഏത് നമ്പറാണോ വന്ന് അത്രയും കാർഡ്സ് ഞാനിവിടെ ഡീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റോപ്പ് ഇടുന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഈ ഡെക്ക് കട്ട് ചെയ്തത്. നമ്മൾ ഏതൊക്കെ കാർഡ്സിലാണ് വന്നത് നോക്കിയാലോ. അനദർ 8, ഒരു 8 ഇവിടെ. ഇനി നമ്മുടെ പ്രഡിക്ഷൻ നോക്കിയാലോ. അനദർ 8. അപ്പോൾ ഇതൊരു അടിപൊളി മാജിക് ട്രിക്കാണ്, ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ആദ്യം തന്നെ ഡെക്കിൽ നിന്ന് 4 8 റിമൂവ് ചെയ്യുക. 8 ഓഫ് ഡയമണ്ട്സ്, സ്പേഡ്സ്, ക്ലബ്സ് ആൻഡ് ഹാർട്ട്സ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8നെ ഏറ്റവും മുകളിൽ വയ്ക്കുക. താഴെ നിന്ന് 7 കാർഡ് കൗണ്ട് ചെയ്യുക. 2 3 4 5 6 7. എന്നിട്ട് 2 8 ഇവിടെ വയ്ക്കുക. എന്നിട്ട് ബാക്കി ആ 7 കാർഡ്സും മുകളിൽ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഒരു 8 മുകളിലുണ്ട്. താഴെ നിന്ന് 7 കാർഡ്സ് കൗണ്ട് ചെയ്തിട്ട് 2 8 അവിടെയുണ്ട്. ഇനി അടുത്ത 8നെ 1 2 3 4 5 6 7 7 കാർഡ്സ് ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കാം. ഓക്കെ, ഒന്ന് പൊസിഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ 8 ടോപ്പിൽ, 2 3 4 5 6 7. അത് കഴിഞ്ഞ് അടുത്ത 8 ഫേസിൽ നോക്കുവാണെങ്കിൽ 1 2 3 4 5 6 7, പിന്നെ 2 8. ഓക്കെ, ഇതാണ് ഈ ട്രിക്കിൻ്റെ സെറ്റപ്പ്. ഈ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ നിന്ന് ഒരു 8 റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്യാൻ പോകുന്ന 8 എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൽ നിന്ന് 8ാമത് വെച്ചിരിക്കുന്ന ഈ 8 ഓഫ് ഹാർട്ട്സ് ആണ്. ഇത് അവർ കാണില്ല, ഏതാണെന്ന് കാണിക്കില്ല. അവരാദ്യം ഇത് റിമൂവ് ചെയ്ത് നമ്മൾ സൈഡിൽ വെച്ചേക്കും. ഓക്കെ, ഒന്നുകൂടെ പൊസിഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴെ നിന്ന് 7 കാർഡ് കഴിഞ്ഞിട്ട് 2 8, പിന്നെ ടോപ്പിൽ ഒരു 8. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാർഡ്സ് ഡീൽ ചെയ്യും. ഡീൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, ഞാനിങ്ങനെ കാർഡ്സ് ഡീൽ ചെയ്യുവാണ്. ഡീൽ ചെയ്ത് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്ന് പറയാം. ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 8ഉം നിങ്ങൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം അവർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് പറയുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളത് പറഞ്ഞ് ആ സെൻറ്റൻസ് പറഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ 8 ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞിരിക്കും. സോ അവർക്ക് എന്തായാലും സ്റ്റോപ്പ് പറയുമ്പോൾ അത് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു കാർഡിലായിരിക്കും അവർ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് അവർ ഇവിടെ വെച്ച് പറഞ്ഞു എന്ന് വെച്ചോ. നിങ്ങൾ ഈ ഫുള്ള് ഡീൽ ചെയ്ത ഫുൾ പൈലും ലെഫ്റ്റ് ഹാൻഡിലെ പൈലും ഇങ്ങനെ വയ്ക്കുക. രണ്ടും ടേൺ ചെയ്ത് വയ്ക്കുക. സോ ഇപ്പോൾ നമ്മൾ 2 പൈലുണ്ട്, നമ്മുടെ പ്രഡിക്ഷനുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഇതിൽ നിന്നൊരു പൈൽ ചൂസ് ചെയ്യാൻ പറയാം. നമുക്ക് അവരെ കൊണ്ട് എന്തായാലും ഈ പൈലാണ് എടുപ്പിക്കേണ്ടത്. ഈ പൈലിലെ ടോപ്പ് കാർഡ് 8 ആണ്. ഈ കാർഡാണ് നമുക്ക് ടേൺ ചെയ്യേണ്ടത് എന്തായാലും. സോ ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അവരോട് ഏതെങ്കിലും ഒരു പൈൽ ചൂസ് ചെയ്യാൻ പറയാം. ലെറ്റ്സ് സേ അവർ ഈ പൈൽ ചൂസ് ചെയ്തു, ട്രിക്കിലെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർഡ് ടേൺ ചെയ്തിട്ട് അവരോട് പറയും, ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്ത പൈലിലെ ടോപ്പ് കാർഡ് 8, ഞാൻ ഇതിൽ നിന്ന് 8 കാർഡ്സ് ഡീൽ ചെയ്യാൻ പോവാണ്. ഇനി സപ്പോസ് അവർ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ഈ പൈലിൽ നിന്നാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ പൈലിൻ്റെ മുകളിൽ വന്ന കാർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. 8. ട്രിക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പൈൽ ചൂസ് ചെയ്യാൻ പറയുമ്പം അവർ ഇത് ചൂസ് ചെയ്താലും ഇത് ചൂസ് ചെയ്താലും നമ്മൾ ഈ കാർഡായിരിക്കും ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഈ പൈലാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഈസിയാണ്. ഈ കാർഡ് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് പറയുക, ഞാൻ ഇതിൽ നിന്ന് 8 കാർഡ് ഡീൽ ചെയ്യാൻ പോവാണ്, ബിക്കോസ് നമുക്ക് 8ആണ് കിട്ടിയത്. ഈ പൈലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതെടുക്കുക. ഇതെടുത്തിട്ട് പറയുക, ഓക്കെ ഈ പൈലിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞെടുത്ത് വന്ന കാർഡ് ഏതാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുക. ഓക്കെ, ഇനി ഈസിയാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞ സ്ഥലത്ത് 8 ആണ്. ഞാൻ ഇതിൽ നിന്ന് 8 കാർഡ് ഡീൽ ചെയ്യാൻ പോവാണ്. 2 3 4 5 6
7, 8. എന്നിട്ട് ബാക്കിയുള്ള കാർഡ് ഇവിടെ വയ്ക്കാം. ട്രിക്ക് ഓൾമോസ്റ്റ് എൻഡായി. സോ അവർ സ്റ്റോപ്പ് പറഞ്ഞെടുത്ത കാർഡ് 8. അതിൽ നിന്ന് നമ്മൾ ഡീൽ ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിൽ കിട്ടിയത് 8. അവിടെ വെച്ച് നമ്മൾ കാർഡ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അടുത്ത പൈലിൽ 8. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാർഡ് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു, അതും 8. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ഒരുപാട് കിടിലൻ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നുണ്ട്. കാണാം.